എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് IU എക്സാമിൻ്റെ മൊഡ്യൂൾ 3യിൽ വരുന്ന ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കേട്ടോ. ODE ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 4 മാർക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 മാർക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് മേടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ, നെഗറ്റീവ് അടിക്കാതെ. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ കോൺസെപ്റ്റാണ് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതേപോലെ എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതേപോലെ ഇതിൻ്റെ ഓർഡർ ആൻഡ് ഡിഗ്രി. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലംസ് നമ്മൾ പഠിക്കുന്ന ഓർഡർ ആൻഡ് ഡിഗ്രീനെ ബേസ് ചെയ്തിട്ടുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾ 3 എടുക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ചോദ്യം നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും. ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് തന്നിരിക്കുന്ന ABCD എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ്, നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ ഇക്വേഷൻ്റെ ഓർഡർ ആൻഡ് ഡിഗ്രി, ഒരു ഇക്വേഷൻ നമുക്ക് തരും, അപ്പോൾ ആ ഒരു ഇക്വേഷൻ്റെ ഓർഡറും അതേപോലെ ഡിഗ്രിയും നമ്മൾ. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻ്റഗ്രേറ്റിംഗ്, എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് മുൻ വർഷങ്ങളൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കറിയാം നമ്മൾ സാധാരണ ഇക്വേഷൻസ് എഴുതുന്നത് dy/dx, അതേപോലെ d²y/dx², dθ/dt, dt/dx, പിന്നെ ∂y/∂x, ∂2y/∂x, ∂y, dy/dx, d²y/dx², dθ/dt, dt/dx. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്, ഡെറിവേറ്റീവ്സ് എന്നാണ് നമ്മൾ ഇതിനെയൊക്കെ പറയുന്നത് കേട്ടോ. നമ്മൾ ഇതിനൊക്കെ പറയുന്നത് ഡെറിവേറ്റീവ്സ് എന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്നത് ഡിഫറൻഷ്യൽ എന്നാണ് കേട്ടോ. അത് മാത്രമല്ല ഇതിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻറ്റ്. എന്താണ്, ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ത്, ഇക്വേഷൻസ് വിച്ച് കണ്ടെയ്ൻ ഡെറിവേറ്റീവ്സ് ആണ് എന്ത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അതായത് ഇക്വേഷൻസ് വിച്ച് കണ്ടെയ്ൻ ഡെറിവേറ്റീവ്സ്, അതാണ് എന്ത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. x × dx പ്ലസ് y × dy = 0. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് dx ഉണ്ട് dy ഉണ്ട്, പക്ഷേ നമുക്കിവിടെ dy/dx തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു dy/dx ഫോമിലോട്ട് ഈ പറയുന്ന ഇക്വേഷനെ കൺവേർട്ട് ചെയ്യണം. എന്ത് ഫോമാണ്, dy/dx. അപ്പോൾ നമുക്ക് ഒന്നും തന്നിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് dy/dx എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് dy/dx കിട്ടണമെന്നാണെങ്കിൽ ഇക്വേഷൻ്റെ എല്ലാ ടേംസിനെ എന്ത് ചെയ്യണം, dx കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്താണ്, dx കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷനകത്ത് നിന്ന് dx രണ്ടും കട്ട് ചെയ്ത് പോകും. അപ്പോൾ രണ്ടാമത്തെ ടേമിൻ്റെ അകത്ത് നിന്ന് നമുക്ക് dy/dx കിട്ടും. 0/dx നമുക്ക് 0 തന്നെ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും x + y × dy/dx = 0. ഓക്കെ, അപ്പോൾ dy/dx എന്താണ്, dy/dx ആണ് നമ്മുടെ ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെന്ത് പറയും, ഡിഫറൻഷ്യൽ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് പേരല്ലാതെ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ നമുക്കിനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ടൈപ്സിലോട്ട് പോവാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നാമത്തെ ടൈപ്പാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതേപോലെ രണ്ടാമത്തെ ടൈപ്പാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ രണ്ട് ടൈപ്പാണ് നമുക്ക് പൊതുവെ നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു ഫംഗ്ഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ y = f(x) എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ്, y = f(x). അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു y ഉണ്ട്, ഒരു x ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന x ഉം y ഉം എന്താണ്, x ഉം y ഉം വേരിയബിളാണ്. എന്താണ്, x ഉം y ഉം വേരിയബിളാണ്. ഓക്കെ, ഇവിടെ നമ്മൾ y എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, y എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. എന്താണ്, y എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അതേപോലെ x എന്താണ്, x ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് അല്ലേ. x ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, എക്സ് എന്ന് പറയുമ്പോൾ നമുക്കതിന് എന്ത് വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം അല്ലേ, 1 2 3 ഒക്കെ കൊടുക്കാം.
അപ്പോൾ എക്സ് എന്ന് പറയുന്ന വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വൈ എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത് കേട്ടോ. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ സൈൻ എക്സ് എടുക്കാം. സൈൻ എക്സ് എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 30, 45, 60, 90 എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് 30 കൊടുത്ത്, പിന്നെ നമ്മൾ സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്ത് 45 കൊടുത്ത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ എക്സ് മാറുന്ന അനുസരിച്ചിട്ട് വൈക്ക് എന്ത് പറ്റും, വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയും, വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എക്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ എക്സ് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ എക്സിന് നമുക്ക് എന്ത് വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കാം കേട്ടോ. അപ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ dy/dx അതേപോലെ dt/dx ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു സിംഗിൾ വേരിയബിൾ, ഒരൊറ്റ വേരിയബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെറിവേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ വേരിയബിൾ വെച്ചാണെങ്കിൽ ആ ടൈപ്പ് ഡെറിവേറ്റീവ്സിനെ നമ്മൾ പറയും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ y ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്. അപ്പോൾ ഇവിടെ എന്താണ്, വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ് നമ്മൾ രണ്ട് സ്ഥലത്തും എന്ത് ചെയ്യുന്നത്, ഡെറിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നും പറയാം. എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ? അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ദ ഡെറിവേറ്റീവ് ഡിപ്പെൻഡ്സ് ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, അടുത്ത നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഓർഡിനറിയിൽ വിത്ത് റെസ്പെക്റ്റ് ടു സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ പാർഷ്യൽ എന്തായിരിക്കും, മോർ ദാൻ 1 ആയിരിക്കും. എന്താണ് പാർഷ്യൽ എന്ന് പറയുമ്പോൾ ദ ഡെറിവേറ്റീവ് ഡിപ്പെൻഡ്സ് മോർ ദാൻ 1 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണെങ്കിൽ നമ്മളതിനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2x ഡോട്ട് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു സി ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട് അല്ലേ, മോർ ദാൻ 1 വേരിയബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ദ ഡെറിവേറ്റീവ്സ് ഡിപ്പെൻഡ് മോർ ദാൻ 1 വേരിയബിൾ ആണ് എന്ത്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്താണ്, ഓർഡർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇൻ ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ്റെ അകത്തുള്ള ഹയസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇൻ ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ നമ്മളൊരു 3 ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്. അപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ എന്താണ്, ആദ്യത്തെ കേസിൽ ഇവിടെ എന്താണ്, ഇത് ഫസ്റ്റ് ഓർഡറാണ്. ഓക്കെ, കാരണം നമ്മുടെ ഡിക്ക് ഇവിടെ സിംഗിൾ വാല്യൂ ആണ് ഉള്ളത്. അപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ എന്താണ്, ഇത് ഡി സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ്, സെക്കൻഡ് ഓർഡർ ആണ്. അതേപോലെ ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിയുടെ പവർ 3 ആണ്. അപ്പോൾ ഇതെന്ത് ഓർഡറാണ്, തേർഡ് ഓർഡർ ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ സൈൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2x ഡോട്ട് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, ഓർഡർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇൻ ദ ഗിവൺ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ ഓർഡർ എന്താണ്, 2 ആണ്. അപ്പോൾ നമുക്ക് പറയാം ഓർഡർ 2 ആണ്. കാരണം ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പവർ
1 ആണ്. 2ഉം 1 നമ്മൾ എടുക്കാൻ നേരത്ത് വലുത് എന്താണ്? 2 ആണ്. അപ്പോൾ അവിടുത്തെ ഓർഡർ നമുക്ക് 2 എന്ന് പറയാൻ പറ്റും. ഓക്കെ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെന്താണ്? പവർ ഓഫ് ഹയസ്റ്റ് ഡിഫറൻഷ്യൽ ഇൻ വിച്ച് ദ ഇക്വേഷൻ ഈസ് ഫ്രീ ഫ്രം റാഡിക്കൽ ആൻഡ് ഫ്രാക്ഷണൽ പവർ. അതായത് നമുക്കൊരു ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്. ആ ഒരു ഇക്വേഷൻ്റെ അകത്തുള്ള ഹയസ്റ്റ് ഡിഫറൻഷ്യലിൻ്റെ പവറാണെന്ത്? ഡിഗ്രി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകതകൾ എന്തായിരിക്കണം? ആ ഒരു ഇക്വേഷൻ ഫ്രീ ഫ്രം റാഡിക്കൽസ് ആയിരിക്കണം. റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേസ് ടു നെഗറ്റീവ് പവറാണ് എന്ത്? റാഡിക്കൽസ്. അതേപോലെ ഫ്രാക്ഷണൽ പവർ എന്താണ്? 3/2 എന്നോ 4/5 എന്നോ ഒന്നും വരാൻ പാടില്ല. ഓക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വന്ന പവറിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് വേണം ഡിഗ്രി ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അകത്തുനിന്ന് നോക്കുമ്പോൾ ഹയസ്റ്റ് ഡിഫറൻഷ്യലിൻ്റെ പവറാണ് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ അകത്തെ ഹയസ്റ്റ് ഡിഫറൻഷ്യലിൻ്റെ പവറാണ് എന്ത്? ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ d² y dx² പ്ലസ് 2y ഇൻറ്റു dy/dx ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു sin x. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്താടാ? ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ അത് നോക്കുമ്പോൾ എന്താണ്? ഇവിടുത്തെ ഓർഡർ 2 ആണ്. ഇവിടുത്തെ ഡിഗ്രി എന്താണ്? ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടുത്തെ ഡിഗ്രി എന്താണ്? ഇവിടുത്തെ ഡിഗ്രി 1 ആണ്. കാരണം നമ്മൾ ഈ പറഞ്ഞല്ലേ ഓർഡർ എന്ന് പറഞ്ഞത് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ അകത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ നമ്പറും, അതായത് ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടുത്തെ ഓർഡർ 2 ആയിരിക്കും. അതിൻ്റെ പവർ എന്താണ്? അതിന് വേറെ പവറൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതിനെ 1 എന്ന് നമ്മൾ പറയും. അപ്പോൾ അവിടുത്തെ ഡിഗ്രി എന്താണ്? അവിടുത്തെ ഡിഗ്രി 1 ആണ്. നമുക്കൊരു ഇക്വേഷൻ കൂടി നോക്കാം. ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ d² y/dx² ദ ഹോൾ സ്ക്വയർ പ്ലസ് dy/dx ഈക്വൽ ടു x ആണ്. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്താണ്? ഇവിടുത്തെ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഹയസ്റ്റ് ഡിഫറൻഷ്യൽ അത് ഇവിടുത്തെ 2 ആണല്ലേ. കാരണം ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ 2 ആകുമ്പോൾ അതിൻ്റെ ഓർഡർ എന്താണ്? സിമ്പിളായിട്ട് നമുക്ക് പറയാൻ 2 ആണ്. അതിൻ്റെ പവർ എന്താണ്? അതിൻ്റെ പവർ എന്ന് പറയണത് ഹയസ്റ്റ് ഡിഫറൻഷ്യലിൻ്റെ പവറാണ്. ഹയസ്റ്റ് ഡിഫറൻഷ്യൽ സെക്കൻഡ് ഓർഡറാണ്. അതിൻ്റെ പവർ എന്താണ്? 2 ആണ്. അപ്പോൾ ഓർഡറും പവറും എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറും പവറും നമ്മൾ നോക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യമാണ് ഓർഡർ ആൻഡ് ഡിഗ്രി കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ആൻഡ് ഡിഗ്രി എന്താണ്? ഇതിൻ്റെ ഓർഡർ ആൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ dy/dx ഫോമിലോട്ട് ഇതിനെ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? e⁻x ഇതിനെല്ലാത്തിനും എന്ത് ചെയ്യണം? dx കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ്റെ അകത്തുനിന്ന് dx/dx പ്ലസ് e⁻y ഡോട്ട് dy/dx ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് e⁻x പ്ലസ് e⁻y ഡോട്ട് dy/dx ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ്? ഇതിൻ്റെ ഓർഡർ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഓർഡർ ആണ്. കാരണം ഡിയുടെ പവർ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണ്. അതിൻ്റെ ഡിഗ്രി എന്താണ്? ഹയസ്റ്റ് ഓർഡറിൻ്റെ പവർ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പവർ 1 ആണ്. അപ്പോൾ അവിടുത്തെ ഡിഗ്രി എന്ത് തന്നെയാണ്? അവിടുത്തെ ഡിഗ്രി 1 ആണ്. ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യത്തിൽ പറയുന്നത് d²x/dt² റേസ് ടു 1 പ്ലസ് n²x ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്താണ്? ഇവിടുത്തെ ഓർഡർ നമുക്കറിയാം അല്ലേ. ഇവിടുത്തെ ഓർഡർ d²x/dt² അതാണ് ഹയസ്റ്റ് ഓർഡർ ഉള്ള ഡെറിവേറ്റീവ്. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്താണ്? സെക്കൻഡ് ഓർഡർ ആണ്. അതിൻ്റെ പവർ എന്താണ്? 1 ആണ്. പവർ 1 ആകുമ്പോൾ അതിൻ്റെ ഡിഗ്രി എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഓക്കെ. അടുത്തത് നമുക്ക് y എന്ന് പറയുന്നൊരു ഫങ്ഷൻ തന്നിട്ടുണ്ട്. y ഈക്വൽ ടു x ഡോട്ട് dy/dx പ്ലസ് x/dy/dx എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും?
ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? അതിൻ്റെ ഓർഡർ 1 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റും അതിൻ്റെ ഓർഡർ 1 ആണ്. അപ്പോൾ ഡിഗ്രിയാണ് ഇതിന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഡിഗ്രി കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? പവർ dy/dxൻ്റെ പവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. പക്ഷേ അത് ഫ്രാക്ഷൻ ആവാൻ പാടില്ല. അപ്പോൾ ഇവിടെ -1 ആണ്. അപ്പോൾ ഈ -1 എങ്ങനെ -1 ആയി? കാരണം ഇവിടെ ബൈ നമുക്കറിയാം 1/a എന്ന് പറയുന്നത് എന്താണ്? a⁻−1 ആണ്. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്തല്ലേ നമ്മുടെ dy/dx കിടക്കണത്. ഇത് പൊക്കത്ത് വരുമ്പോൾ (-1) അല്ലേ? അപ്പോൾ ആ -1 നമുക്ക് എങ്ങനെ കളയാൻ പറ്റും? 1/a എന്ന് പറയുന്നത് a⁻−1 ആണെങ്കിൽ 1/aനെ നമുക്ക് a ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും അല്ലേ? 1/a a ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 1 എന്ന് പറയുമ്പോൾ എന്താണ്? p/q, അതായത് നമ്മുടെ ഫ്രാക്ഷൻ ഫോം അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് dy/dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും dy/dx ഓഫ് y ഈക്വൽ ടു x ഇൻറ്റു dy/dx ഇൻറ്റു dy/dx പ്ലസ് എക്സ്. ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? dy/dx വരും. അപ്പോൾ പൊക്കത്തെ dy/dxും അടിയിലെ dy/dxും കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും അല്ലേ? നമുക്കറിയാം dy/dx ഇൻറ്റു dy/dx എന്താണ്? അത് dy/dx ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ഓർഡർ ഫസ്റ്റ് ഓർഡറും അതേപോലെ അതിൻ്റെ ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഡിഗ്രി നമുക്ക് 2 എന്ന് പറയാൻ പറ്റും. അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 1 + dy/dx ദ ഹോൾ സ്ക്വയർ റേസ് ടു 3/2 ദ ഹോൾ ഡിവൈഡഡ് ബൈ d²y/dx² ഈക്വൽ ടു c ആണ്. അപ്പോൾ ഇവിടെ 3/2 എന്താണ്? 3/2 എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ നമുക്കത് കൺവേർട്ട് ചെയ്യണമല്ലേ? അപ്പോൾ അത് കൺവേർട്ട് ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടേമിനെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമുക്കതിനൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടും 1 + dy/dx ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഈക്വൽ ടു c ഇൻറ്റു d²y/dx² എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇവിടുത്തെ 3/2നെ കളയണമെന്നാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? അതിൻ്റെ സ്ക്വയർ എടുക്കണം അല്ലേ? കാരണം നമുക്കറിയാം a⁻m ദ ഹോൾ റേസ് ടു n എന്താണ്? a⁻mn ആണ്. അപ്പോൾ 3/2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് ഇൻറ്റു 2 ആകുമ്പോൾ നമുക്കതിന് നേരെ 2 കട്ട് ചെയ്ത് 3 ആവും. അപ്പോൾ 3 ആകുമ്പോൾ അവിടുത്തെ ഫ്രാക്ഷൻ നമുക്ക് കളയാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ 3/2ൻ്റെ ഡിനോമിനേറ്ററിലെ 2 പോവും. അപ്പോൾ നമുക്കിവിടെ 1 + dy/dx ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3 എന്ന് കിട്ടും. ഓക്കെ, ഈക്വൽ ടു നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വശത്തും സ്ക്വയർ ചെയ്യണം കേട്ടോ. അപ്പോൾ c² ഇൻറ്റു d²y/dx² ദ ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്താടാ? അപ്പോൾ ഇവിടുത്തെ ഓർഡർ നമുക്ക് നോക്കാം. ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ നമ്പറാണ്. അപ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ സെക്കൻഡാണ്. അതേപോലെ ഇതിൻ്റെ പവർ എന്താണ്? അതിൻ്റെ റേസ് ടു പവർ എന്താണ്? 2 ആണ്. അപ്പോൾ ഇവിടുത്തെ ഓർഡറും പവറും എന്താണ്? 2 എന്ന് നമുക്ക് പറയാം അല്ലേ? സിമ്പിളാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ്? d²y/dx² പ്ലസ് dy/dx ദ ഹോൾ സ്ക്വയർ പ്ലസ് y ഈക്വൽ ടു 0. ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? സെക്കൻഡ് ഓർഡർ ആണ്. അതിൻ്റെ പവർ എന്താണ്? 1 ആണ്. അപ്പോൾ ഓർഡർ എന്താണ്? സെക്കൻഡ് ഓർഡർ ആണ്. അതിൻ്റെ പവർ എന്താണ്? 1 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. d²z/dx² പ്ലസ് d²z/dy² ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്താണ്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്താണ്? ഇവിടുത്തെ ഓർഡർ 2 ആണ്. രണ്ട് ടൈമിലും ഹയസ്റ്റ് ഓർഡർ എന്താണ്? 2 ആണ്. അതേപോലെ അതിൻ്റെ പവർ എന്താണ്?
അതിന് പ്രത്യേകിച്ച് പവറൊന്നും ഇല്ല അല്ലേ. അപ്പോൾ പവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളതിനെ 1 എന്ന് ഡിനോട്ട് ചെയ്യും, കാരണം ഈ ചുറ്റിനും പവറൊന്നും ഇല്ല. ഓക്കെ, അടുത്തൊരു ചോദ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് dy/dx ദ ഹോൾ റേസ് ടു 3/2 ആണ്. അതേപോലെ d²y/dx² ദ ഹോൾ റേസ് ടു 2/3 ആണ്. അപ്പോൾ ഇവിടെ 2/3യും 3/2 നമ്മൾ കളഞ്ഞിട്ട് എന്താക്കണം, നമ്പർ ആക്കണം അല്ലേ. അപ്പോൾ ഇതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനാദ്യം നമ്മൾ സ്ക്വയറിങ് ചെയ്യണം, പിന്നെ ഇതിനെയും സ്ക്വയർ ചെയ്യണം. ഓക്കെ, രണ്ടിനെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് പവർ 4/3 കിട്ടും അല്ലേ. 2 × 2/3 എന്താണ്, 4/3 എന്ന് കിട്ടും. ഈ 3നെ കട്ട് ചെയ്യാൻ നമ്മൾ വീണ്ടും രണ്ട് വശത്ത് എന്ത് ചെയ്യും, രണ്ട് വശത്ത് നമ്മൾ ക്യൂബ് എടുക്കും. അപ്പോൾ ഇവിടുത്തെ dy/dx ദ ഹോൾ റേസ് ടു 9 ആവും. ഈക്വൽ ടു എന്താണ്, d²y/dx² ദ ഹോൾ റേസ് ടു എന്താവും, 4 ആവും. കാരണം 4/3 × 3 ആണ്. ക്യൂബ് എടുത്തപ്പോൾ എന്ത് പറ്റി, കട്ട് ചെയ്ത് പോയല്ലേ. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടുത്തെ ഓർഡർ സെക്കൻഡ് ഓർഡറും അതിൻ്റെ പവർ 4ഉം ആണെന്ന് പറയാൻ പറ്റും. കാരണം ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2ഉം 4ഉം ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന ഫുൾ മാർക്സ് ഏകദേശം ഒരു 4ആണ്. അപ്പോൾ ആ ഒരു 4 മാർക്ക് നമുക്ക് പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കാതെ പോസിറ്റീവായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു മൊഡ്യൂളുമായി കാണുന്നത് വരെ ഇസ്മി നെവിൻ സൈനിങ് ഓഫ്.